പുതുവർഷം അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. പുതിയ തുടക്കങ്ങൾ, പുതിയ തീരുമാനങ്ങൾ, പ്രതീക്ഷകൾ, എന്തൊക്കെയോ ഒരു ഫ്രഷ് ഫീൽ. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ പടക്കം പൊട്ടിക്കലും സദ്യയും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും എന്തെങ്കിലും മാറുന്നുണ്ടോ? ഈ പുറമേയുള്ള ആഘോഷങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് പുതുവർഷവുമായി ബന്ധപ്പെട്ടൊരു വിരോധാഭാസത്തെക്കുറിച്ചാണ്. പിന്നെ നമ്മളെയൊക്കെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, സ്വാർത്ഥത. അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കും. അതിനുശേഷം യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അതിന് നമ്മളെ സഹായിക്കാൻ ഒരു വേട്ടക്കാരന്റെ കഥയുണ്ട്. അവസാനം ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു യഥാർത്ഥ പുതുവർഷം കൊണ്ടുവരാമെന്നും ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ പുതുവർഷത്തിന്റെ വിരോധാഭാസം? നമ്മുടെ ഈ പുറമേയുള്ള ആഘോഷങ്ങൾ മാത്രം മതിയോ ഒരു യഥാർത്ഥ മാറ്റത്തിന്? ഓരോ വർഷവും നമ്മളൊരു പുതിയ തുടക്കം ആഘോഷിക്കുകയാണല്ലോ. പുതിയ ഡ്രസ്സ് എടുക്കും, ഗംഭീര സദ്യ ഉണ്ടാക്കും, വീടൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതിയ തുടക്കത്തിന്റെ ഫീലൊക്കെ വരും. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പുറമേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ കാര്യങ്ങൾ പഴയ പോലെ തന്നെയല്ലേ? അതേ ദുശീലങ്ങൾ, അതേ ടെൻഷനുകൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെ, ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് പുറമേ ഇത്രയൊക്കെ ആഘോഷിച്ചിട്ടും നമ്മൾ പലപ്പോഴും അതേ പഴയ ശീലങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നത്? ഇതിന് പിന്നിലൊരു വലിയ കാരണമുണ്ട്, നമ്മുടെയെല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്ന്. അതാണ് സ്വാർത്ഥത. അതെങ്ങനെയാണ് നമ്മുടെ വളർച്ചയെ തടയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും എന്താണ് ഒരു യഥാർത്ഥ പുതുവർഷം? അത് പുറമേയുള്ള മാറ്റങ്ങളിലല്ല. ഒരു പുതിയ ഷർട്ട് ഇടുന്നതിനേക്കാൾ എത്രയോ വലുതല്ലേ നമ്മളെ അലട്ടുന്ന ഒരു ദുശ്ശീലം ഉപേക്ഷിക്കുന്നത്, അല്ലേ? അതുപോലെ ഒരു വലിയ സദ്യ കഴിക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് നമ്മുടെ മനസ്സിലെ ദേഷ്യവും വെറുപ്പുമൊക്കെ കഴുകിക്കളയുന്നത്. അതാണ് യഥാർത്ഥ ക്ലീനിംഗ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. സ്വാർത്ഥത എന്ന രോഗം. നമ്മുടെയൊക്കെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന യഥാർത്ഥ കാരണം എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ സ്വാർത്ഥത എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ചെയ്യുമ്പോഴും അതിൽ എനിക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം വന്നാൽ അതാണ് സ്വാർത്ഥത. മറ്റുള്ളവരുടെ സന്തോഷമോ സമൂഹത്തിൻ്റെ നന്മയോ ഒന്നും നോക്കാതെ എല്ലാം ഞാൻ, എൻ്റേത് എന്നതിലേക്ക് ഒതുങ്ങുന്നു. ഇത് നമ്മളെ ഒരു കൂട്ടിലിട്ടതുപോലെയാക്കും. നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന്. ഒരു പുതിയ ഫോൺ വാങ്ങണം, ഒരു നല്ല ജോലി വേണം, ഒരു യാത്ര പോകണം, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും. പക്ഷേ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം വരും, അല്ലേ? ഇതൊരിക്കലും തീരാത്തൊരോട്ടമാണ്. ശരിക്കുള്ള സന്തോഷം ഈ ഓട്ടം നിർത്തുമ്പോഴാണ് കിട്ടുന്നത്, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. യഥാർത്ഥ ആനന്ദത്തിലേക്കുള്ള വഴി. എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പുതിയ തുടക്കം കുറിക്കാം? അതിനൊരു വഴികാട്ടിയുണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള ലോകത്ത് നിന്നല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ശരിക്കുള്ള സന്തോഷം കിട്ടുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കടയിൽ പോയി വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലല്ലോ സന്തോഷം. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിൽ. പക്ഷേ ആ സന്തോഷത്തിലേക്ക് എങ്ങനെയാണ് എത്തുക? അതിനൊരു വഴിയുണ്ട്. ഈ വഴിക്ക് പ്രധാനമായും 6 പടികളാണുള്ളത്. കേൾക്കുമ്പോൾ വലുതായി തോന്നാം, പക്ഷേ ഇത് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. നോക്കൂ, എല്ലാം തുടങ്ങുന്നത് വിശ്വാസത്തിലാണ്. നമ്മളെ തന്നെയുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് സ്നേഹമുണ്ടാകുന്നു. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാകും. അതാണ് ധർമ്മം. ധർമ്മത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മൾ സത്യം എന്താണെന്നറിയും. ആ സത്യം നമ്മളെ ദൈവത്തോടടുപ്പിക്കും. അവിടെയാണ് യഥാർത്ഥ ആനന്ദമുള്ളത്. കണ്ടില്ലേ, ഓരോ പടിയും അടുത്തതിലേക്ക് സ്വാഭാവികമായി നയിക്കുകയാണ്. വിശ്വാസത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നോക്കിയേക്കേ. ശ്വാസമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുപോലെയാണ് വിശ്വാസമില്ലാത്തൊരാളുടെ കാര്യം. വിശ്വാസമില്ലാതെ നമ്മുടെ ഈ ആന്തരിക യാത്രയിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അത് നമ്മളിൽ തന്നെയുള്ള വിശ്വാസമാകാം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ നന്മയിലുള്ള വിശ്വാസമാകാം. എന്തായാലും ആ വിശ്വാസമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി 4ാമത്തെ ഭാഗം, ഒരു വേട്ടക്കാരന്റെ അപ്രതീക്ഷിത പാഠം. ഈ നിസ്വാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മുഴുവനായിട്ട് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ഒരു കഥ കേട്ടാൽ ചിലപ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവും. നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നാരദ മഹർഷി, നമുക്കെല്ലാവർക്കും അറിയാലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തൻ താനാണെന്നൊരു ചെറിയ അഹങ്കാരമൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് കാട്ടിലൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ദൈവനാമം ജപിക്കുന്ന ഒരു സാധാരണ വേട്ടക്കാരനെ കാണുന്നത്. വേട്ടക്കാരൻ ഭക്തിയോടെ ദൈവത്തെ വിളിക്കുന്നുണ്ട്, പക്ഷെ കയ്യിലൊരു വലിയ വാളുണ്ട്. ഇത് രണ്ടും തമ്മിലൊരു ചേർച്ചയില്ലായ്മ നാരദന് തോന്നി. അദ്ദേഹം കുറച്ചൊരു പുച്ഛത്തോടെ ആ വേട്ടക്കാരനോട് ചോദിച്ചു, നിങ്ങളൊരു ഭക്തനാണെങ്കിൽ പിന്നെന്തിനാ ഈ വാളൊക്കെ? ആരെയാ കൊല്ലാൻ പോകുന്നത്?
അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞ മറുപടി കേട്ട് നാരദൻ ശരിക്കും ഞെട്ടിപ്പോയി. വേട്ടക്കാരൻ പറഞ്ഞു, അങ്ങുന്നെ എനിക്ക് 4 പേര് കൊല്ലണം. അതിൽ ഒന്നാമത്തത് ദ്രൗപദിയാണ്, രണ്ടാമത്തത് പ്രഹ്ലാദൻ, പിന്നെ 4-ാമത്തെയാൾ നാരദൻ എന്ന് പേരുള്ളൊരാളാണ്. ഇത് കേട്ടതും നാരദനാകെ ഞെട്ടി. ഭഗവാന്റെ വലിയ ഭക്തന്മാരെയാണല്ലോ ഇയാൾ കൊല്ലാൻ നടക്കുന്നത്, അതിൽ താനുമുണ്ട്. ഇതിലെന്താ ഒരു ലോജിക്? അപ്പോഴാണ് വേട്ടക്കാരൻ കാരണം വിശദീകരിക്കുന്നത്. അയാൾ പറഞ്ഞു, ഈ ദ്രൗപദി വിളിച്ചതുകൊണ്ട് ഭഗവാന് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു. പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഓരോ തൂണിലും വരേണ്ടി വന്നു. പിന്നെ ഈ നാരദൻ എപ്പോഴും ഭഗവാനെക്കൊണ്ട് പാട്ടുപാടിച്ചു ബുദ്ധിമുട്ടിക്കുന്നു. വേട്ടക്കാരന്റെ സ്നേഹം കണ്ടോ, അത് ഭഗവാന്റെ സന്തോഷത്തിനു വേണ്ടിയുള്ളതായിരുന്നു, സ്വന്തം കാര്യത്തിനല്ല. ഭഗവാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതുപോലും അയാൾക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവിടെ വെച്ചാണ് നാരദൻ ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത്. ഭക്തി 2 തരമുണ്ട്. ഒന്ന് സ്വാർത്ഥഭക്തി, അതായത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തന്റേത് ആ തരത്തിലുള്ള ഭക്തിയാണെന്ന് നാരദൻ മനസ്സിലാക്കി. പക്ഷേ ആ വേട്ടക്കാരൻ്റേത് അതായിരുന്നില്ല. അത് ദൈവത്തിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു, പരാർത്ഥ പ്രേമഭക്തി. അപ്പോ നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. യഥാർത്ഥ പുതുവർഷം ജീവിക്കാം. ഈ കഥയിൽ നിന്നും, ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഈയൊരു ആശയം വളരെ രസകരമാണ്. നമ്മുടെ ജീവിതം ഒരു പത്രം പോലെയാണെന്ന്. ഇന്നത്തെ പത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നാളെ വീണ്ടും അതുതന്നെ വായിക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് നമ്മുടെ ഈ ജീവിതവും. ഇതിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളുമൊക്കെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു ജീവിതം വേണോ? വേണ്ട. ഈ ജീവിതത്തിൽ തന്നെ ആ പരമമായ സന്തോഷം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് യഥാർത്ഥ പുതുവർഷം എന്ന് പറയുന്നത് കലണ്ടറിലൊരു തീയതി മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുന്ന ദിവസമാണ്. നമ്മുടെ ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് ആ വേട്ടക്കാരനെ പോലെ നിസ്വാർത്ഥമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന ആ നിമിഷം, അതാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പുതുവർഷം. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിക്കാം. കാലണ്ടറിലെ അടുത്ത പുതുവർഷത്തിനായി കാത്തുനിൽക്കാതെ എന്റെ യഥാർത്ഥ പുതുവർഷം തുടങ്ങാൻ, എന്റെ ഉള്ളിലെ സ്വാർത്ഥതയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും മാറ്റാൻ ഇന്ന് ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ഒരു ചെറിയ മാറ്റമായിരിക്കാം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തുടക്കം.